അല്ല ആദ്യമായി ചിന്തയ്ക്കായി പത്രോസ് എഴുതിയ ലേഖനം 1 പത്രോസ് 4-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. Let us meditate on 1 Peter chapter 4 verse 10. or 18. For 18. 1 Peter chapter 4 verse 18. And if the righteous scarcely be saved, where shall the ungodly and the sinner appear? അവിടെ എഴുതിയിരിക്കുന്ന നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിലും ആലലിയ സ്വോത്രം അവിടെ ആലെഴുതിയിരിക്കുന്ന പാപിയുടെ അഭക്തന്റെയും ഗതി എന്താകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. As we read here, and if the righteous scarcely be saved, and where shall ungodly and the sinner appear? ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് കൊണ്ട് ആലലിയ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഈസിയാണെന്ന് ആരും വിചാരിക്കരുത്. Since we are just baptized, since we are saved and just baptized, the path to the heaven is not that easy. യേശു പറഞ്ഞു ജീവങ്കിലേക്കുള്ള വാതിൽ ഇടുക്കവും വഴിഞ്ഞേരുക്കുമാത്രേ. What did Jesus say? That the way towards the heaven is narrow and it is of difficulties. ഇതിൽ കൂടി കടക്കുന്നവർ ചുരുക്കം അത്രേ എന്ന് പറഞ്ഞു. Only few enter through that. ഉപദേശത്തിൽ മായം ചേർക്കാതെ വിശുദ്ധരുടെ വചനം ഘോഷിക്കുകയും സത്യത്തിലെ ആത്മാവിലും ആരാധിക്കുകയും ചെയ്യുന്ന സഭകളിൽ ആ വലിയ ആൾക്കൂട്ടം കാണുകയില്ല. We may not see a lot of people in the churches which the churches proclaim the word of God completely without making any alterations in the doctrine. പത്യോപദേശമാണ് പ്രസംഗിക്കുന്നതെന്നും ഇടുക്കുവഴിയാണെന്നും മനസ്സിലാക്കിയത് കൊണ്ട് ലോകത്തിന് അനുഭവമായിട്ടുള്ളവർ ദൈവത്തെ പിൻപറ്റുവാൻ മടിക്കും. If the people want to follow the God world and also God, but if they see that in churches it is preached the full gospel and full the truth, they may lack to come to churches because they may think that I cannot follow the world also. Amen. ലോകത്തിലുള്ള മറ്റു മനുഷ്യർ നടക്കുന്ന പോലെ നടക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. God is not permitting us to walk according to the worldly manner. ലോകത്തിന്റെ ജാതികളുടെ ആചാരങ്ങളും ആഘോഷങ്ങളും ഒന്നും കൊണ്ടാടുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. God is not permitting us to completely involve in all the festivals and the celebrations of the Gentiles. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. What we read here is that the righteous scarcely be saved. കാരണം ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും നിന്ദകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെയും നമ്മൾ സഹിക്കേണ്ടി വരും. Because as we follow Jesus, there will be times in our life we have to face tribulations, trials, and all the difficulties from the people around us. അങ്ങനെയുള്ളവർക്ക് ദൈവം സ്വർഗ്ഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ആമേൻ രക്ഷ അതിന്റെ മഹത്വത്തോടെ കാണുവാൻ കഴിയും. But those people will receive greater reward and they will have the great salvation. They will have the great reward in heaven. ആമേൻ. ഹല്ലേലൂയ. പാട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ യേശുവിനെ കാണുമ്പോൾ ഈ ഭൂമിയിൽ നേടിയ സൗഭാഗ്യത്തിന്റെ വില അന്നാളിൽ നാം നന്നായി അറിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. I remember about a song right now. The song says like this: when I see Jesus face to face, when I go to heaven, I will forget about all the hardships and all the difficulties I went through in this world. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ നിരാശയോടെ ദിവസങ്ങളിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ സമയം ദൈവം നിശ്ചയമായും വിടുതൽ നൽകും. If anybody is listening me today morning and going through difficult times in their life, God is there to give the deliverance. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയാനുള്ളത് അഭക്തനോടും ജാതിയോടും പറയാനുള്ളത് നിങ്ങളുടെ ഗതി എന്താകുമെന്ന് അറിയുന്നില്ല. What the word of God wants to say to the ungodly people is that God is telling, I don't know what is your future is going to be. എന്നാൽ ദൈവത്തിന്റെ മക്കളായ നമ്മൾക്ക് വചനപ്രകാരം മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. But as we are the children of God, let God guide us and lead us to live a life that is godly. തുടർന്ന് ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 3:1 മുതൽ 10 വരെയുള്ള ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. For today's meditation, I would like to preach from the Matthew chapter 3 verse 1 to 10. അതിന്റെ 3-ന്റെ 1-2 വാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. Let's read Matthew chapter 3 verse 1 and 2. In those days came John the Baptist preaching in the wilderness of Judea and saying, repent ye, for the kingdom of heaven is at hand. മത്തായി എഴുതിയ സുവിശേഷം തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിന്റെ യേശുവിന്റെ വംശാവലി
ആലലിയ പുതിയ നിയമത്തിൽ ആലലിയ ക്രമമായി ആലലിയ അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് മത്തായി അവിടെ എഴുതിയിരിക്കുന്നത്. If you look into the New Testament, Gospel of Matthew starts with the continuation of from the Old Testament, the continuation of the genealogy of Jesus Christ. It starts with the genealogy of Jesus Christ in Matthew. ആമേനാൽ മാത്യു 1 അധ്യായം മുതൽ 4 അധ്യായം 16 വാക്യം വരെ യേശു എന്ന വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. In Matthew chapter from Matthew 1 to Matthew chapter 4, it's still verse 16, it is mentioned about Jesus Christ. ആദ്യം യേശുവിന്റെ വംശാവലിയെക്കുറിച്ചും യേശുവിന്റെ ജനനത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ആലലി അവിടെ മത്തായി പറഞ്ഞിരിക്കുന്നു. On the first chapters, it is mentioned about the genealogy of Jesus Christ, the birth of Jesus Christ, the baptism of Jesus Christ, and his ministry. തുടർന്ന് 4 അധ്യായം 17 വാക്യം മുതൽ 16 അധ്യായം 19 വാക്യം വരെ യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. From chapter 4 verse 16 till chapter 16, it's mentioned about the ministry of Jesus Christ. ആലലി യേശു പ്രസംഗിച്ച വിഷയങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. Let's look into what are the message that Jesus Christ was preaching. ഇന്നത്തെ പ്രീച്ചേഴ്സിന് ആലലി ആ വിഷയങ്ങൾ ആലലിയുമായി യാതൊരു ബന്ധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. Sometimes we may feel that the preachers today in this world, sometimes the preachers doesn't have any relation to what Jesus was preaching. ആമേൻ. ഇതിനുള്ള ഉത്തരമാണ് മത്തായി 4:17 മുതൽ 16:19 വരെ മത്തായി ആലലി സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. The answer for that is given in Matthew chapter 4 verse from 16 to chapter 16 verse 19. It's mentioned about what all Jesus was mentioning. ഹല്ലേലൂയ. മത്തായി 16:21 മുതൽ 28 അധ്യായം 20 വാക്യം വരെ ക്രിസ്തുയേശുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണപുനരുത്ഥാനത്തെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നു. From Matthew chapter 16 from verse 21 till Matthew chapter 28 verse 20, it's mentioned about that all the crucifixions of Jesus and all the difficulties and tribulations that Jesus went through and how he rose up, that's mentioned over there. മത്തായിയുടെ സുവിശേഷം വായിക്കുന്നവർക്ക് അത് ഗ്രഹിക്കുവാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല. If somebody is reading the Gospel of Matthew, no one wants to explain. They can themselves understand completely. മത്തായി എഴുതിയ യേശുവിന്റെ 5 പ്രസംഗങ്ങളാണ് ഹല്ലേലൂയ 28 അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. When we read the whole Gospel of Matthew, we can see about like 5 messages, 5 preachings that Jesus Christ was doing. ഹല്ലേലൂയ. മത്തായി 5 മുതൽ 7 അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിൽ നാം എന്തെല്ലാം അനുസരിക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള ഹല്ലേലൂയ കോൺസ്റ്റിറ്റ്യൂഷനാണ്, നിയമമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. When we read Matthew chapter 5 to Matthew chapter 7, we can read and understand that what all things the constitution Jesus is telling to have for a Christian to lead a life so that he can inherit the kingdom of heaven. ആമേൻ. ഹല്ലേലൂയ. 10 അധ്യായത്തിൽ ഹല്ലേലൂയ ദൈവവചനത്തിന്റെ സന്ദേശം അറിയിക്കുന്ന മിഷണറിമാരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. On chapter 10, it's mentioned about the missionaries who share the gospel. മാത്യു 13 അധ്യായം 1 മുതൽ 52 വരെയുള്ള ആമേൻ ഹല്ലേലൂയ വാക്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. On Matthew chapter 13 verse 1 to 52, it is mentioned about the parables of kingdom of God. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൈവരാജ്യത്തിലെ അംഗങ്ങളായി ഈ ദൈവം ഭൂമിയിൽ കണ്ടിരിക്കുന്ന തന്റെ മക്കൾക്ക് ഉള്ള അവരുടെ കൂട്ടത്തെയാണ് ദൈവസഭയെന്ന് വിളിക്കുന്നത്. The church of God is called for the people who has been saved and gather in the name of Jesus Christ. ആ സഭയുടെ നാഥൻ ക്രിസ്തുവാണ്. Who is the church of head of the church? Jesus Christ is the head of the church. യേശു ക്രിസ്തു മൂലക്കല്ലായിട്ടുള്ള ഒരു സഭയും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ജയിക്കാൻ കഴിയുകയില്ല. When Jesus Christ is the corner of any church, those churches cannot be destroyed by any powers of darkness. ആമേൻ. മാത്യു ചാപ്റ്റർ 24-25 അധ്യായങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഭാവിയെ പറ്റി ഹല്ലേലൂയ ഭാവി പ്രതീക്ഷകളെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Matthew chapter 24 and 25 talks about the people who are waiting for the kingdom of heaven and what is their future hope. ആമേൻ. അങ്ങനെ അവർ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മക്കൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And it is mentioned that what all those people have to be careful or what have to they look into when they live in this world.
ആമേൻ ഹാലലിയ. മോശയുടെ ഹാലലിയ ആമേൻ പഞ്ചഗ്രന്ഥങ്ങളായ ആദ്യത്തെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പുസ്തകങ്ങൾ യഹൂദന്മാർക്ക് അവരുടെ ഹൃദയത്തിലാണെന്ന് അവർ പറയുന്നു. We know that Jews used to tell that the first 5 books of the Bible, they tell that it is in their heart. ആമേൻ. എന്നാൽ യേശുവിന് യഹൂദന്മാർക്ക് പരിചയമില്ലാത്ത യേശുവിൻ്റെ 5 പ്രസംഗങ്ങളാണ് മത്തായി പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. In Matthew, it is mentioned about the 5 messages that Jesus was speaking, which Jews was not familiar with. ആ 5 പ്രസംഗങ്ങൾ ഹാലലിയ ആമേൻ മത്തായി ഹാലലി സ്വതന്ത്ര 5 പുസ്തകങ്ങളായി വേദപണ്ഡിതാക്കൾ അതിനെ ഹാലലി എഴുതി ചേർത്തിരിക്കുന്നു. These 5 messages, the scholars, Bible scholars used to mention as the 5 books within the Matthew. മാത്യു 5:1 ഹാലലി അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് മലമേൽ കയറി നടത്തുന്ന ഗിരിപ്രഭാഷണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. In Matthew chapter 5 verse 1, we can read about the beatitudes of Jesus Christ who climbed onto the mountain and preached to the people. ആമേൻ. പഴയ നിയമത്തിൽ മോശ മലമേൽ കയറി ഹാലലിയ ഇപ്പോൾ ഹാലലിയ ദൈവത്തിന്റെ ന്യായപ്രമാണം ലഭിക്കാൻ തക്കവണ്ണം ഇടയായി In തീർന്നു. Old Testament, Moses climbed the mountain and he got the law for the people. യേശു മലമേൽ കയറി പ്രസ്താവിച്ച ദൈവരാജ്യത്തിന്റെ സത്യം ഹാലലിയ പുരുഷാരത്തിന് കൈമാറുന്നു എന്ന് അവർക്ക് ഹാലലിയ സ്വതന്ത്ര യഹൂദന്മാർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. Jews were not able to realize that Jesus Christ went to the mountain and he was sharing the truth about the kingdom of God in the mountain. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളായി ഹാലലിയ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പറയുന്നു എങ്കിൽ ഇതാ പുതിയ നിയമത്തിനൊരു തുടക്കം എന്ന് പറഞ്ഞ് മത്തായി വളരെ ഭാരത്തോടെ എഴുതിയതാണ് മത്തായിയുടെ സുവിശേഷം. We can read that the gospel, we can know that the gospel of Matthew is written by Matthew with a big burden that if the Old Testament, all the 39 books talks about the history of Israelites, this is a new beginning starting now with the New Testament. That's where the gospel of Matthew, he writes like that. ആമേൻ. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങൾ പോലെ പുതിയ നിയമത്തിലെ യേശുവിന്റെ 5 പ്രസംഗങ്ങൾ മത്തായി അവിടെ എഴുതി വെച്ചിരിക്കുന്നു. As we compare with the 5 books, the starting books of the Bible, when it comes to the New Testament, Matthew has mentioned the 5 messages of Jesus Christ. ആമേനാലേ. പഴയ നിയമത്തിൽ മോശയുടെ മുഖം തേജസ് പോലെ ശോഭിച്ചെങ്കിൽ മോശയേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ നമ്മുടെ ഇടയിൽ വസിക്കുന്നു എന്നുള്ള സത്യം കൈമാറുന്നതാണ് മത്തായിയുടെ സുവിശേഷം. If the Moses' face was glorious in the Old Testament, there is someone greater than Moses, there is someone greater than temple, someone greater than churches, and someone greater than Jews. It's mentioned, that is Jesus Christ, it's mentioned in book Gospel of Matthew. ആമേൻ. ഹാലലിയ. പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ആക്ഷരിക രാജ്യത്തിൽ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളുമാണ് ആത്മീയർ പോലും ഹാലലിയ സ്വതന്ത്ര അവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. Maybe sometimes even the people who say they are Christians only think about the physical blessings or physical cursing that is mentioned in the Old Testament as the blessings that God is providing. യഥാർത്ഥ ദൈവരാജ്യത്തെ പറ്റി പറയുമ്പോഴും പലർക്കും അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. Even when they speak the word of God and talking about the kingdom of God, they are not able to understand the real meaning of the blessings. കാരണം ഈ ആക്ഷരിക രാജ്യത്തിലെ കുറച്ച് അനുഗ്രഹങ്ങൾ അതുപോലുള്ള പ്രസംഗങ്ങളുമാണ് കൂടുതൽ നാം കേൾക്കുന്നത്. Because nowadays we hear a lot of physical blessings of prosperity messages solely. ഒരു കാര്യം നാം ഓർക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്ഷരിക രാജ്യമല്ല, ആത്മീയ രാജ്യമാണെന്ന് നാം മനസ്സിലാക്കണം. We should understand one thing. When it is written that as the kingdom of heaven is near, it is mentioned not about the physical, but it is about the spiritual. ആക്ഷരിക രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിന്റെ മാത്രമായിരുന്നു. When we consider about a physical nation, it's only for a particular area. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിത്യ യുഗങ്ങൾ നാം കർത്താവിനോടുകൂടെ വാഴുന്ന ഹാലലിയ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. But what is the kingdom of God? That is the eternity that we will be spending with him. ഇതാണ് യഥാർത്ഥ ആത്മീയ രാജ്യം. That is the kingdom of God, the spiritual meaning of kingdom of God. പണ്ടുള്ള അനുഗ്രഹങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും ആ കൈകൊണ്ട് തൊടുകയും ചെയ്യാമായിരുന്നു. Earlier in the Old Testament, all the blessings we can see and we can touch and we can feel. ഹാലലിയ. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. Let's praise God for every blessings that God has given in each one of our life. ആമേൻ. യേശുക്രിസ്തു എന്ന രാജാവ് നമുക്ക് പുതിയ നിയമം നൽകിയിരിക്കുകയാണ്. Jesus Christ the King has given us the New Testament. ആമേൻ. മാത്യു ചാപ്റ്റർ 5:3 പറഞ്ഞിരിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പഴയ നിയമത്തിലെ ഒരു ഭക്തനും മനസ്സിലാക്കുവാൻ സാധ്യതയില്ല. As we read in Matthew chapter 5 verse 3, blessed are the poor in spirit, for theirs is the kingdom of God. If the Old Testament people read this, they are not able to understand the real meaning of that.
ആമേൻ. ഹല്ലേലൂയ. 5:4 പറഞ്ഞിരിക്കുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ പ്രാസംഗികർക്ക് പോലും ഗ്രഹിക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. As we read in Matthew chapter 5 verse 4, blessed are that mourn, for they shall be comforted. Even that verse is difficult for the people, the current preachers, the prosperity preachers, to understand what is the real meaning of that. യേശു നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ഉന്നമനങ്ങളോ ഹല്ലേലൂയ വീടോ ഒന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ യഥാർത്ഥ അർത്ഥം, When we hear the word of God that Jesus come into our house, it's not the meaning that we are going to get a big house, or it's not going to meaning that we're going to be financially rich. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തെ ഭരിക്കുവാൻ വരുന്ന രാജാതിരാജാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. When it is mentioned like Jesus coming into our house, it's mentioned that is Jesus coming to our heart to live inside us. അങ്ങനെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ കർത്താവ് വസിച്ചാൽ മാത്രമേ നമ്മുടെ ചിന്തകൾ മാറുകയുള്ളൂ, നമ്മുടെ വിചാരങ്ങൾ മാറുകയുള്ളൂ. Only we can prosper in our life if we consider that Jesus Christ is living inside my heart. Then only we can see and to prosper in godly ways. ഹല്ലേലൂയ സ്തോത്രം. ഈ 2021 ഹല്ലേലൂയ സ്തോത്രം. നമ്മൾക്ക് ആവശ്യം കുറച്ചുകൂടി സമ്പത്തല്ല, അതിലുപരി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമുക്ക് അയക്കണം. In 2021, let our prayers be that not for the material prayers, but let's pray that God give me a heart for the fruit of the repentance to grow more with Christ. നാം ലൗകികരാകാതെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഉള്ളിൽ ആത്മീയ ചിന്തകൾ ഉണ്ടാകണം. Let our thoughts be for the spiritual than being in the material blessings. ആമേൻ. വചനം പറയുന്നു, ഈ ലോകത്തിലുള്ളതല്ല ഹല്ലേലൂയ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ എന്നാണ് വചനം What പറയുന്നത്. is the word of God says that think about the things that is in heaven. ആമേൻ. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ നമുക്ക് ഇതെല്ലാം ലഭിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ Word പറയുന്നത്. of God says that seek ye first the kingdom of God, and all these things shall be added unto you. ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് ദൂതുകളൊക്കെ നമുക്ക് ഹല്ലേലൂയ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം നമ്മളുടെ ഉള്ളതിൽ കടന്നു വന്നാൽ അത് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയുള്ള ദൂതുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് ദൈവിക ദൂതായിരിക്കുകയില്ല. Sometimes we may be hearing the word of God preaching that we should receive the material blessing of others compared with others, but that is not the gospel. ആമേൻ. അത് തിരിച്ചറിയാനുള്ള ആത്മീയമായ കാഴ്ചപ്പാട് നാം We പ്രാപിക്കണം. should have a revelation to understand what is the godly message, or what is the message that God wants to speak to us. ഹല്ലേലൂയ. ആളിനെ കൂട്ടുവാനുള്ള ഒരു ബിസിനസ് അല്ല ദൈവത്തിന്റെ സഭ. Church is not a business to make more people. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് സദ്വർത്തമാനം ഘോഷിക്കുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. Each one of us has been called to share the good news. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ എല്ലാം പറഞ്ഞിട്ട് മോശ അവസാനം അവരോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ വയ്ക്കുന്നു, ജീവനും മരണവും. In Old Testament, Moses says about all the promises for them, and at last he says that I keep two things in front of you, life and death. ഹല്ലേലൂയ. ഇതിൽ ഹല്ലേലൂയ ജീവൻ കൈക്കൊള്ളുന്നുവെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. In that if you receive life, you will receive all the blessings along with that. മാത്യു ഹല്ലേലൂയ 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. Let's read Matthew chapter 7 verse 13 and 14. ആമേൻ. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ യേശു പറയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികൾ വയ്ക്കുന്നു. Here what we read is that Jesus is telling, I'm keeping two ways in front of you. ഒരു വഴി ഇടുക്കമുള്ളത്, മറ്റത് ഹല്ലേലൂയ വിശാലം എന്ന് ഹല്ലേലൂയ അവിടെ പറഞ്ഞിരിക്കുന്നു. One way is narrow, the other way is wide. ഹല്ലേലൂയ. ഈ ആത്മീയ സന്ദേശം നൽകിയ യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പ്രകാരം നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. If we are not able to understand what Jesus Christ is mentioning, we won't be able to understand the gospel of God. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ യഹൂദന്മാരുടെ ദേവാലയം AD 80-70 കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്വതः നശിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. As we know the history that after AD 70 the temple in Jerusalem was destroyed. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ ഹല്ലേലൂയ അനുയായികളോട് യഹൂദന്മാർക്ക് ഹല്ലേലൂയ വെറുപ്പായിരുന്നു. During that time, the followers, the Jews were really
angry at the followers of Jesus Christ. യഹൂദന്മാർ പറയുന്നു ഞങ്ങൾ ദേവാലയത്തിൽ പോയി ആരാധിച്ചിരുന്നു. Jews used to tell that we used to go to the temple and worship, to the synagogue and worship God. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ആരാധിക്കുന്നു. But Jews telling that why are you sitting in your home and worshiping God? അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാഗമുണ്ട്, യാഗവസ്തുക്കളുണ്ട്. They tell that we have sacrifice and we have the objects to sacrifice. ആമേൻ. നിങ്ങൾക്ക് എന്തുണ്ട് എന്നായിരുന്നു അവരുടെ ചോദ്യം. Then they asked to the people that what do you have for any sacrifice? ആമേൻ. അന്ന് അവർ പ്രചരിപ്പിച്ചിരുന്നത് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. During that time they were making the false statement that Jesus has never resurrected. യേശുവിന്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നും ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ അനുഗമിക്കുന്നവരെ ഹല്ലേലൂയ സ്തോത്രം കൾട്ടായിട്ടുള്ളവരാണെന്നൊക്കെ അന്നും ഇന്നും പഠിപ്പിക്കുന്നുണ്ട്. Jews were teaching that Jesus' body was stolen by somebody and the people who follow Jesus Christ are a cult. That's what Jews used to teach. ആമേൻ. ഹല്ലേലൂയ. യഹൂദന്മാർ പറഞ്ഞതിനെ ഡിഫെൻഡ് ചെയ്യുവാൻ മത്തായി എഴുതിയതാണ് ഹല്ലേലൂയ സ്തോത്രം എഴുതിയതാണ്. മത്തായിയുടെ 1:1 മുതൽ ഹല്ലേലൂയ യേശു തച്ചൻ്റെ മകനായി ഹല്ലേലൂയ നിങ്ങൾ വിചാരിക്കേണ്ട യേശു അബ്രഹാമിന്റെ മകൻ ദാവീദിന്റെ മകൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. When we read in the Gospel of Matthew, he is defending all the statements that Jews are making. Matthew is mentioning that don't think that Jesus is just the son of carpenter. He mentioned about the genealogy of Jesus Christ, that he's the son of David, he's the son of Abraham. നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. The Lord Jesus Christ whom we are worshiping, he has risen up and he is seated at the right side of the Father and he is meditating for us. യേശു സാധാരണ മനുഷ്യനല്ല. അകല ചരാചരങ്ങളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണ് നമ്മൾ ആരാധിക്കുന്ന യേശു. Jesus Christ is not a normal person, who is the Son of God who came to earth and hallelujah died for our sins, and that is what we are worshiping, God Jesus Christ. യേശുവിനെ നിന്ദിച്ച് തിരസ്കരിച്ച യഹൂദന്മാർ പറയുമ്പോൾ മത്തായി പറയുകയാണ് ഹല്ലേലൂയ ഇവിടെ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ലെന്ന്. When Jews tried to betray Jesus, what is the Matthew mentioning here? I cannot stop, I cannot be silent here. ഹല്ലേലൂയ. യേശു അബ്രഹാമിന്റെ സന്തതി, ആമേൻ, യേശു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. Matthew has written that Jesus Christ is the son of David, son of Abraham. ആമേൻ. യഹൂദ മതത്തിന് ശേഷമുള്ള സഭയാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ സഭ. We know that Christianity is the church that formed after the Jewish people. ആമേൻ. യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ് യോഹന്നാൻ രംഗപ്രകാശനം ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. We read that John the Baptist came before Jesus Christ. ആമേൻ. യോഹന്നാനോട് പറയുന്നത് ഹല്ലേലൂയ വിളിച്ച് പറയുകയാണ് യേശു വളരണം ഞാൻ കുറയണമെന്ന്. What is John the Baptist telling is that Jesus Christ should be higher and I should be humbled. ആമേൻ. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ ഈ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ചൂണ്ടിക്കാണിച്ച് ഇതാ ലോകത്തിന്റെ സാക്ഷാൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ് യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത്. What is John the Baptist tell about Jesus Christ? This is the Son of God who bears the sin of the mankind. ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച് യേശു പറഞ്ഞ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന്. What did John the Baptist tell about Jesus Christ? What did Jesus Christ tell about John the Baptist? Jesus told that he is the one who is born greater of all the women. ആമേൻ. ഹല്ലേലൂയ. മാത്യു 3:1 ഹല്ലേലൂയ ഹല്ലേലൂയ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണിത്, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ, കർത്താവിന് വഴിയൊരുക്കുവീൻ എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. What we read in Matthew chapter 3 verse 1 is that in those days came John the Baptist preaching in the wilderness of Judea. Repent and prepare the way of the Lord. and saying, repent ye, for the kingdom of heaven is at hand. കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാനെ കാണിച്ചത് മരുഭൂമിയിലാണത്. We know that the John the Baptist who came before Jesus Christ in order to show the way, he was in the wilderness. ആമേൻ. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷിച്ച തന്റെ പിതാവായ സക്കറിയ പുരോഹിതനായിരുന്നു. We know that Zechariah, John the Baptist's father, he was the priest in the Jerusalem. ആമേൻ. അതിനുശേഷം തുടർന്ന് ആലയത്തിൽ ശുശ്രൂഷിക്കേണ്ട യോഹന്നാൻ ആയിരുന്നു. After his father, John the Baptist was supposed to be the priest in the temple.
എന്നാൽ ദൈവശബ്ദം കേട്ട തൻ്റെ ആലലിയ സ്വതന്ത്രം പിതാവ് സക്കറിയ പുരോഹിതൻ തൻ്റെ ടീനേജർ പ്രായത്തിലായ യോഹന്നാനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവിട്ടെന്നാണ് ചരിത്രം പറയുന്നത്. What we can read from the history is that as Zechariah he heard the word of God, he led his teenage son, the John the Baptist, to the wilderness when he was teenage. അവൻ കാട്ടിൽ ആലലിയ വെട്ടുക്കിളിയും കാട്ടുതേനും കടിച്ച് ആലലി വളർന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. We read that he grew up eating the locust and the wild honey in wilderness. അവൻ തോൽ കൊണ്ടുള്ള വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. He had a belt that is made of leather. അവൻ ഒരു കാര്യം ആലലിയ യോഹന്നാൻ അറിയാം, പ്രവാചകന്മാരൊക്കെയും വിളിച്ച് പറഞ്ഞിരുന്നു, ആലലിയ സ്വതന്ത്രമാല ഞാൻ ജാതികളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് മുഖാമുഖമായി സംസാരിക്കുമെന്ന്. He knows the word of the prophets. Ezekiel was mentioned earlier that he will pull the Gentiles to the wilderness and speak face to face. എസ്കേൽ 35 വാക്യങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. We can read that in Ezekiel chapter 20 verse 35 and 36. ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് മുഖാമുഖമായി സംസാരിക്കും. I will call you to the wilderness and talk face to face. അമ്മേ മരുഭൂമി എന്നുള്ളത് ഇമ്പോർട്ടന്റ് പ്ലേസ് ആണെന്ന് പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. The wilderness is an important place. That is what prophets was mentioning. ആമേൻ. ദൈവം പുതുതായി ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായിരുന്നു മരുഭൂമി. The wilderness is a place that God wants to do something new. ആലലിയ സക്കറിയ പുരോഹിതൻ ചെറുപ്പം മുതൽ യോഹന്നാനെ പഠിപ്പിച്ചു കാണും, നീ അല്ല വലിയവൻ, നിന്നേക്കാൾ വലിയവൻ ഒരാൾ വരുന്നുണ്ട്. Maybe the priest Zechariah must have teached John the Baptist that you are not the greater one, there is someone greater than you is coming. ആ വലിയ ആളുടെ വഴി ഒരുക്കുവാനാണ് ആലലിയ സ്വതന്ത്രനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. God has placed you, or God has ordained you to prepare the way for the greater one. നീ എന്നെ പോലെ പുരോഹിതനായി സൃഷ്ടിക്കേണ്ടവനല്ല. You're not supposed to be a priest like me. Amen. You must go to the wilderness. You must go to the wilderness. ദൈവം മുഖാമുഖമായി അവിടെ വെച്ചായിരുന്നു സംസാരിക്കുന്നത്. God will speak to you face to face in there. ആമേൻ. ചരിത്രം പറയുന്നത് 15 വർഷത്തോളം താൻ മരുഭൂമിയിലായിരുന്നു. When we read the history, it tells that almost 15 years John the Baptist was in wilderness. ആമേൻ. യേശുവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപൻ കറക്റ്റ് പ്ലേസിൽ തന്നെ അവൈലബിൾ ആയിരുന്നു. At the right time, John the Baptist was available when Jesus was there ministering. യേശുവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായി വഴിയൊരുക്കാൻ നിൽക്കുന്നവരായ നാം ഈ ലോകത്തിന്റെ കറക്റ്റ് കംഫർട്ട് സോണിൽ അല്ല നിൽക്കേണ്ടത്. As we are the generation who are called to prepare the way before the second coming of Jesus Christ, we are not supposed to be in the comfort zone of our life. ആലലിയ കൂട്ടിനും കൂട്ടായ്മയ്ക്ക് ആളില്ലെങ്കിലും ദൈവായിക്കുന്നിടത്ത് പോകാൻ നാം റെഡിയാണോ? Are we ready to be sent or to be going to places that God wants us to go, even though there is no one with us? ആമേൻ. ആലലിയ ദൈവത്തെ വിട്ടിട്ട് ആ ലോകവുമായുള്ള കോംപ്രമൈസ് ചെയ്യാന്ന് സൃഷ്ടിക്ക് നീ ഒരുങ്ങിയാൽ അതിന്റെ പതനത്തിന് കാരണമായി തീരും. If we try to compromise with the world and go along with that may be downfall of our life. ആൾക്കൂട്ടമല്ല സക്സസ് എന്ന് പറയുന്നതിന്റെ വിജയം. The success of a church doesn't mean the number of people. ആമേൻ. ആലലിയ ആമേൻ. സത്യത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആലലിയ സ്വതന്ത്രം പലപ്പോഴും വലിയ ആൾക്കൂട്ടം കാണുകയില്ല. Maybe sometimes when the church is completely having full doctrine and follow the gospel completely, there may not be a lot of people. മരുഭൂമിയിൽ ആലലിയ പ്രോത്സാഹിപ്പിക്കാൻ ആരും കാണുകയില്ല. In the wilderness there won't be any people to encourage us. എന്നാൽ മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കും യഥാർത്ഥമായ ദൈവശബ്ദം നാം കേൾക്കുന്നത്. But that is the time in the wilderness we may be hearing the voice of God. എന്നാൽ ആലലിയ സ്വതന്ത്രം ആലലിയ ഈ ലോകത്തിന്റെ ശബ്ദം ആലലിയ ആമേൻ ആലലിയ മരുഭൂമിയിൽ നമുക്ക് കേൾക്കാൻ കഴിയുകയില്ല. We cannot hear the voices in this world when we are in the wilderness. ആമേൻ. ആലലിയ മത്തായി സുവിശേഷം 3:4 നാം വായിക്കുന്നു, യോഹന്നാൻ ഒട്ടരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. As we read in Matthew chapter 3 verse 4 that the same John had his raiment of camel's hair and a leather girdle about his loin. ആമേൻ. ഇത് കാണിക്കുന്നത് he is a prophet എന്നുള്ളതാണ്. This is mentioned that he is a prophet. പഴയ നിയമത്തിൽ 2 കിങ്ങിൽ 1:8 നാം വായിക്കുന്നു, ഏലിയാ പ്രവാചകനും ഒട്ടരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും കെട്ടിയിരുന്ന ആളായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നു. In 2 Kings chapter 1:8 we read that Elijah also had the similar dress. എന്നാൽ സക്രിയ പുരോഹിതൻ 13:4 സക്രിയാന്റെ പുസ്തകം 13:4 എഴുതിയിരിക്കുന്നു, കള്ളപ്രവാചകന്മാർ ഇനി രോമമുള്ള വസ്ത്രം ധരിക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നു.
as we read in Zechariah chapter 13 verse 4, that the false prophets will not wear the dresses. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് ദൈവം തെരഞ്ഞെടുത്ത ഹല്ലേലൂയ പ്രവാചകന്മാർ അവർ ദൈവശബ്ദം കേട്ട് ജനത്തോടും രാജാക്കന്മാരോടും ദൂത് അറിയിച്ചിരുന്നു. In Old Testaments, God has chosen the prophets so they can proclaim the word of God to the people and to the kings and to the nations. അവർ ഒട്ടരോമം കൊണ്ടുള്ള ഹല്ലേലൂയ മേലങ്കി ഇടുമായിരുന്നു. They used to wear the dress that is made of camel's hair. ഇന്ന് ആ മേലങ്കി ഇട്ടാൽ ഒരാൾ പ്രവാചകനാകുകയില്ല. Today, if somebody is wearing a camel's hair, he's not going to be a prophet. ആമേൻ. ഹല്ലേലൂയ. മാനസാന്തരത്തെ ദൂതാണ് ഹല്ലേലൂയ ഒരാളിൽ നിന്ന് പുറപ്പെടുമെങ്കിൽ അവൾ ദൈവത്തിന്റെ പ്രവാചകൻ ആയിരിക്കും. If he is preaching the message of repentance, then he is a prophet. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൂതുകൾ കേൾക്കുവാൻ വലിയ ആൾക്കൂട്ടം കാണുകയില്ല. There may not be a lot of people to hear about the message of repentance. ഹല്ലേലൂയ. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് ഹല്ലേലൂയ 5000 പേരെ പോഷിപ്പിച്ചെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. We read about that Jesus fed a multitude with 5 loaves of bread and 2 fish. എന്നാൽ ഹല്ലേലൂയ ആ ജനം തുടർന്ന് യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. We can read that after that incident, the people tried to make Jesus Christ as the king. ഇതെല്ലാം ഗ്രഹിച്ച യേശു അവരോട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന്. After understanding all this, Jesus Christ is telling that I am the bread that came from heaven. ആമേൻ. ജോൺ 6:51 വായിക്കാം. Let's read John 6:51. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. I am the living bread which came down from the heaven. If any man eats of this bread, he shall live forever. ആമേൻ. തുടർന്ന് ഹല്ലേലൂയ ജോൺ 6:53-54 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. What was Jesus mentioning is that if you don't eat the flesh of the Son of Man, you won't have life. എന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. Whosoever eateth my flesh and drinketh my blood has eternal life. ആമേൻ. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. I will rise him up at the last day. ഹല്ലേലൂയ. ആമേൻ. ജോൺ 6:60 വായിക്കാം. Let's read John chapter 6 verse 60. And യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനവാക്കെന്ന് പറഞ്ഞ് പലരും പിൻവാക്കി യേശുവിനോട് പിന്നെ സഞ്ചരിച്ചില്ല എന്ന് അവിടെ വായിക്കുന്നു. A lot of disciples who heard this message said that this is really difficult. Most of the people didn't follow Jesus afterwards. മാനസാന്തരത്തിന്റെ സുവിശേഷം ഒരിക്കലും കാതിനിമ്പമായിരിക്കില്ല. The message of repentance is never very pleasant to hearing. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിലും ഹല്ലേലൂയ സിസ്റ്റർ മോളിൽ കൂടി ഹല്ലേലൂയ മാനസാന്തരത്തിന്റെ സുവിശേഷമായിരുന്നു നമ്മൾ കേട്ടത്. What we heard last week also from Sister Molly was about also the message of repentance. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനായ ബറിയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു ദൂത് തന്നെയാണ് തന്നിരുന്നത്. The servant of God, the Barry, also was mentioning about the message similar to repenting. ആമേൻ. കർത്താവിന്റെ ദാസ സിസ്റ്റർ ഷീല പലപ്പോഴും തരുന്ന അതുപോലുള്ള ദൂതുകൾ തന്നെയാണ്. What we hear from the servant of God Sheila is also about the repentance messages. ആമേൻ. നമ്മൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും സമാധാനമില്ല.
When we look around the world, we see that there is no there is no peace in the world. ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കൊറോണ ഹല്ലേലൂയ കഴിഞ്ഞു ഹല്ലേലൂയ സ്തോത്രം എന്നാൽ ചിലയിടത്തൊക്കെ ഉണ്ടെങ്കിലും ഹല്ലേലൂയ ഇന്ന് അതിൻ്റെ ഹല്ലേലൂയ ഇരട്ടി ശക്തിയോടെ ഹല്ലേലൂയ വീണ്ടും വെറൈറ്റി ഹല്ലേലൂയ സ്തോത്രം ലോകത്ത് പലതും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. We know that in the world, even after the corona has happened, there are a lot of other things that is coming with more strength. ഹല്ലേലൂയ നാളെ എന്ത് സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ല. We don't know what is going to happen tomorrow. ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ജനത്തിന് ആവശ്യമുള്ള മാനസാന്തരത്തിന്റെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സുവിശേഷമാണ്. Today the people need is the message of repentance. ഹല്ലേലൂയ സ്തോത്രം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രാസംഗികർ പലരും ഹല്ലേലൂയ സത്യവചനം ഹാസ്യ രൂപത്തിൽ ഹല്ലേലൂയ പ്രസംഗിക്കുന്നവരാണ്. When we look today, we see that a lot of preachers just preach the word of God in a very funny manner. ഹല്ലേലൂയ അങ്ങനെയുള്ളത് കേൾക്കുവാൻ അനേകർ ഹല്ലേലൂയ കൂടി വരുന്നതായിട്ട് കാണാം. There may be a lot of people coming to hear those messages. ഹല്ലേലൂയ ആമേൻ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ കൂടി ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്തിന്റെ ആ ഒരു ലക്ഷണമായിട്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. What as the apostle Paul mentions about those kinds of preaching is that is the signs of the end times. ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ യോഹന്നാനെ നോക്കിയാൽ ഹല്ലേലൂയ സ്തോത്രം ഇവരിൽനിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. When we look into John, John the Baptist, he is different from all the other preachers. ഹല്ലേലൂയ അവൻ 15 വർഷം മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവം കൊടുത്ത വചനമാണ് ഹല്ലേലൂയ സ്തോത്രം മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞത്. He was preaching the word of God that he heard during his 15 years that he was in the wilderness, and he was proclaiming that. അതുകൊണ്ടാണ് അവൻ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഒക്കെയും ഹല്ലേലൂയ സ്തോത്രം അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സർപ്പസന്തതികളെ എന്നാണ് സംബോധന ചെയ്തത്. That is the reason John the Baptist was calling all the elders and the Pharisees and Sadducees as a brood of serpents. ഹല്ലേലൂയ കാരണം അവരുടെ ഹൃദയം അത്രമാത്രം കഠിനമായിരുന്നു. Because their heart was hardened that much. ഹല്ലേലൂയ സ്തോത്രം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണോ അത് ദൈവം നമ്മളിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് നിവർത്തിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. What does God desire of our life is to fulfill the ministry that God has placed in each one of our life. ആമേൻ ഹല്ലേലൂയ മത്തായി 3:5-6 വാക്യങ്ങൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ യെരൂശലേമിലുള്ളവരും യഹൂദിയിലുള്ളവരും യോർദാന്റെ ഇരുകരയുള്ള എല്ലാ നാട്ടുകാരും യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടുവാൻ കടന്നു വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. What we read in Matthew chapter 3 verse 5 and 6 is that then went out to him to Jerusalem all Judea and all the region around about Jordan. ആമേൻ ഹല്ലേലൂയ സ്തോത്രം അവിടെ 6 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം സ്നാനപ്പെടുവാൻ തക്കണം അവർ യോർദാൻ നദിയിൽ കടന്നു വന്നെന്ന്. And we read in verse 6 is that they all came to be baptized in the river of Jordan. ഹല്ലേലൂയ സ്തോത്രം ഈ യോർദാൻ നദിക്ക് വല്ല പ്രത്യേകതകളും ഉണ്ടോ? Is there any speciality with the river Jordan? ഹല്ലേലൂയ 2 കിങ് 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആരാം രാജാവിന്റെ സേനാപതിയായിരുന്ന നയമാൻ ഈ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയപ്പോഴാണ് തന്റെ കുഷ്ഠരോഗം തന്നെ വിട്ടുമാറിയത്. We read in the 2 Kings chapter 5 that who is Naaman when he was submerged in the Jordan for 7 times, and when he came out he was being healed. ഹല്ലേലൂയ വീണ്ടും നാം ഹല്ലേലൂയ സ്തോത്രം കിങ്ങിലെ 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഏലിയാ പ്രവാചകൻ ഈ യോർദാൻ നദി കടന്ന ശേഷമാണ് അഗ്നിരഥങ്ങളും അഗ്നിശങ്ങളും എന്ന ഏലിയാവിനെ ചുഴലിക്കാറ്റ് സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയത്. Also we read in the 2 Kings chapter 2 that Elijah, when he crossed this river Jordan, that is the time after crossing the Jordan, he was taken into heaven in fire of chariots. ആമേൻ. ജോഷുവ 3:17 വായിക്കാം. Let's read Joshua chapter 3 verse 17. Joshua chapter 3 verse 17. ആമേൻ. ഇസ്രായേലിന് 40 വർഷക്കാലം ഈ മരുഭൂമി മുഴുവൻ ചുറ്റി നടന്ന അവസാനം യോർദാൻ കടന്നല്ലേ അവർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചത്. These Israelites, they were in 40 years in this wilderness, then after only crossing the Jordan they were able to go to the promised land. ഹല്ലേലൂയ ഈ യോർദാൻ നദിയിലാണ് ആമേൻ യേശുക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ തക്കണയായി തീർന്നത്. In this same river Jordan that Jesus Christ baptized under the hands of John the Baptist.
ആലലി അന്ന് ദൈവരായ അമേൻ ആലലി ഇസ്രായേൽ മക്കൾ ആലലിയ സ്വത്രം കനാനിൽ പ്രവേശിച്ച പോലെ ആലലിയ ദൈവമക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആലലിയ സ്വത്രം ആമേന് സമയം അതിവിദൂരമല്ല. As the Israelites entered the promised land, these days are the end times that for us to enter into the kingdom of God. As the times are getting near. ആമേൻ ആലലിയ സ്വത്രം ആലലിയ ചിലരൊക്കെയും ആലി ചിന്തിക്കും സ്ഥാനപ്പെട്ട് ആലലിയ ആമേൻ സഭയിലൊക്കെയും പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്നവർ അനേകരുണ്ട്. There are a lot of people who think that we just need to be baptized. That's all we need to do to get to heaven. ആമേൻ അനേകർ സ്നാനപ്പെട്ട് ആലലിയ വേർപാട് പാലിക്കാൻ കഴിയില്ലാതെ പഴയ അടിമത്തത്തിൽ ആലലിയ പഴയ പാരമ്പര്യ സഭയിൽ കുടുങ്ങി പോകുന്നവരുണ്ട്. There are a lot of people who just gets baptized but get stuck with all their customs and all their traditional ways so that they cannot move forward in the Christian life. ആമേൻ സ്നാനപ്പെടുമ്പോൾ ചർച്ചിന്റെ രജിസ്റ്ററിൽ പേര് വരും, ശരിയാണ്. It is true that when we get baptized our names will be in the registered name in the churches. ആമേൻ ആലലിയ സ്വത്രം ആലലിയ ചിലരൊക്കെയും പറയുന്നത് കേട്ടിട്ടുണ്ട് ആലലിയ ആദ്യം അവർ സ്നാനപ്പെട്ടത് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാനുള്ള ആലലിയ ആഗ്രഹത്തോടുകൂടി മാത്രമാണ് അവർ സ്നാനപ്പെട്ടതെന്ന്. Some people must have taken baptism thinking that so I can be part with the Lord's table. മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടുന്ന അനേകരുണ്ട്. There are people who get baptized even without getting repentance. ആമേൻ അവർ ഒരിക്കലും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുകയില്ല. They cannot be standing completely for the kingdom of God. ഹല്ലേലൂയ സ്വത്രം. അങ്ങനെയുള്ളവർ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പിന്മാറി പോകാൻ തക്കനോടെയായി When തീർന്നു. those people in the trials and tribulations comes in their life, they cannot stand firm with the word of God. They may be drifting away from the word of God. ആമേൻ ഹല്ലേലൂയ സ്വത്രം. നൈജീരിയയിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഹല്ലേലൂയ മക്കളെ ഹല്ലേലൂയ അവർ നിഷ്കർണമായി കൊല്ലും. ഹല്ലേലൂയ സ്വത്രം. അതിൻ്റെയൊക്കെ നടുവിൽ അവർ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. We have heard about the testimonies that children of God in Nigeria, even though their children are being killed in front of them, they never betray Jesus Christ or never turned away from their faith. ആമേൻ ഹല്ലേലൂയ. പലർക്കും ഹല്ലേലൂയ വിടുതൽ ലഭിക്കാനായിട്ട് രോഗസൗഖ്യത്തിനായും സാമ്പത്തിക ഉന്നമനത്തിനായും ഒക്കെയും സ്ഥാനപ്പെടുന്നവരുണ്ട്. There are people who just get baptized in order to get some material blessings. ഇതൊക്കെയും താൽക്കാലികമായ സന്തോഷം മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. But all these will only give a happiness for a short while. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മാനസാന്തരപ്പെട്ട് അവന്റെ മുന്നെണ്ണം പുനരുദ്ധാരണങ്ങളോട് ഏകീഭവിച്ച് ഹല്ലേലൂയ വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ നിത്യതയിലെത്തുകയുള്ളൂ. Only if we get baptized and walk according to the word of God and walk according to his gospel and what Jesus is mentioning to us, then only we can be in the heaven with him. Yeah, somebody can read Romans 6:8. Please somebody read Romans chapter 6 verse 8. Amen. ഹല്ലേലൂയ. നമ്മുടെ ജഡം ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ മരിക്കുന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ക്രിസ്തുവിനോട് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. If our flesh dies only, then only we can live in a spiritual life. യോഹന്നാൻ ഹല്ലേലൂയ മാനസാന്തര സ്നാനം ഹല്ലേലൂയ സ്നാനപ്പെടുത്തുന്നവരെ ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ യോർദാൻ നദിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പിതാക്കന്മാർ ഈ യോർദാൻ നദി കടന്നാണ് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചതെന്ന്. What does the river Jordan has to tell that your forefathers crossed this river and entered into the promised land? ആമേൻ. ഇന്ന് പലരും ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇതാണ് ഹല്ലേലൂയ വാഗ്ദത്ത ഹല്ലേലൂയ സ്വതന്ത്ര ഭൂമി എന്ന്. There are a lot of preachers who preach that the time that we are living in this world is the promised land. ആമേൻ. കാരണം പഴയ നിയമം കൂടുതൽ ആമേൻ പഠിക്കുകയും അതിനെപ്പറ്റി ഹല്ലേലൂയ സ്വതന്ത്രം ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ഈ ആമേൻ ദേശമാണ് വാഗ്ദത്ത ഭൂമി എന്ന് പഠിപ്പിക്കുന്നത്. The people who understands only the Old Testament is the people who says that the promised land is after crossing the river Jordan. ഹല്ലേലൂയ. മാനസാന്തരത്തിൽ കൂടി മാത്രമേ ഉള്ളൂ ഹല്ലേലൂയ ലോകത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന അനുഭവത്തിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. We can only have a transformation if we are repenting. ഹല്ലേലൂയ. നമ്മൾ സ്ഥാനപ്പെട്ടത് ഭൗതിക അനുഗ്രഹങ്ങൾക്കായിട്ടല്ല. We didn't get baptized in order to get a material blessing. യേശുവിനോട് താതാൽപ്പെടുവാനും യേശുവിനോട് ചേരുവാനും കൂടിയാണ് ഹല്ലേലൂയ മാത്രമാണ് നമ്മൾ സ്ഥാനപ്പെട്ടത്. The reason that we got baptized is to obey the commandment of Jesus Christ and to be with him.
ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയാലും ഉപവാസത്താലുമുള്ള ആത്മ വഴിവെട്ടാതെ എങ്ങനെ സ്വർഗത്തിന് സന്ദേശം മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയും? How we can share the word of God unless and until we ourselves be in the presence of God, be meditating and praying and fasting. ആമേൻ. വഴിയൊരുക്കിയവന് വഴി അറിയുന്നില്ലെങ്കിൽ കൂട്ടനെ വഴി കാണിച്ച അവസ്ഥ തുല്യമാണ്. If the person who prepared the way doesn't know the way, it is similar to a blind man leading a blind man. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ മരുഭൂമിയിലായിരുന്നപ്പോൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഭക്ഷണം അവന്റെ ലോക്കസും വൈൽഡ് ഹണി ആയിരുന്നു. As we read, what John the Baptist was having when he was in wilderness is that wild honey and locust. ആമേൻ. ഹല്ലേലൂയ. അവിടെ നിന്ന് വന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ എനിക്ക് കാണുവാൻ സാധിച്ചു, അതൊരു തരത്തിലുള്ള കാട്ട് ബീൻസ് ആയിരുന്നു. It is almost, I was able to see like it's almost similar to a wild beans. ഹല്ലേലൂയ. ഇത് ഏറ്റവും ദരിദ്രന്മാരുടെ ഭക്ഷണമായിരുന്നാണ് തിയോളജൻസ് പറയുന്നത്. What the theologians tells is that this was the food that for the poorest people. ആമേൻ. ദൈവഹിതത്തിൽ നമ്മൾ അപൂർണമായി തീരുമ്പോഴാണ് നമ്മുടെ ആത്മീയം അളക്കപ്പെടുന്നത്. When we are completely submitting to the word of God, that is where our spiritual life is being measured. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് സ്ഥാനമാനങ്ങളൊന്നുമില്ലായെങ്കിലും ഹല്ലേലൂയ സ്തോത്രം എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray that God, even though I don't have anything much to be saying, Lord, use me for your kingdom's glory. മാനസാന്തരത്തിന് ദൂത് പറയാൻ നോക്കണ അനേക യൗവനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray that God rise up a lot of young generation who preach the word of God, or preach the message of repentance. ഹല്ലേലൂയ സ്തോത്രം. മത്തായി 3:6 നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അനേകർ യോർദാൻ നദിയിൽ വന്നവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോഹന്നാനാൽ സ്നാനമേറ്റു എന്ന് വായിക്കുന്നു. What we can read in Matthew chapter 3:16 is that a lot of people came near the Jordan and repented their sins and got baptized. ആമേൻ. ഹല്ലേലൂയ. പുരോഹിതന്മാർക്ക് യെരൂശലേമും പുരോഹിതന്മാരും യാഗങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ പിൻപറ്റി നടക്കുന്നവരെ വളരെ നിന്ദയായിരുന്നു, പരിഹാസമായിരുന്നു. Jewish people were really angry and they made fun of the people who followed Jesus Christ. കാരണം അവർക്ക് പരിച്ഛേദനയും ന്യായപ്രമാണങ്ങളും ഉണ്ട്. Because they may be, Jews will be telling that we have circumcision and we have the laws of Moses. എന്നാൽ യേശുവിനെ പിൻപറ്റി നടക്കുന്ന ജനം ആരാധിച്ച ആത്മാവിൽ ജീവിക്കുന്ന യഹൂദന്മാർക്ക് ഒരു വിധത്തിലും സ്തോത്രം അംഗീകരിക്കാൻ കഴിയുകയില്ലായിരുന്നു. But Jewish people were not able to accept those Christians who were worshiping God in truth and worshiping Him. അവിടെ അവർക്ക് പുരോഹിതനുണ്ട്. Jews will be telling we have priest here. ആമേൻ. ഇവിടെ പ്രവാചകന്മാരുണ്ട്. But in God's presence there is prophets. ആമേൻ. അവിടെ അക്ഷരത്തിലുള്ള ആരാധനയുണ്ട്. In Jews they may be having a worship that is written in order. ഹല്ലേലൂയ. ഇവിടെ ആത്മാവിലുള്ള ആരാധന. But the children of God were having a worship in spirit. ഈ ന്യായപ്രമാണം പിടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ അബ്രാഹാമിന്റെ മക്കളാകയില്ല. If they are holding on to the law of Moses, they won't be the sons of Abraham. ഈ 21-ാം നൂറ്റാണ്ടിലും ദൈവജനം ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. Even in this 21st century, there are people who worship God in truth and spirit. അതുകൊണ്ടാണ് പറയുന്നത് യെരൂശലേമില്ലാത്ത പലതും മരുഭൂമിയിലുണ്ട്. That is why it is mentioned that the things that are not in Jerusalem that are in the wilderness. മാത്യു 3:7 വായിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്ന യോർദാൻ നദിയിലേക്ക് പരീശന്മാരും സദൂക്യന്മാരും വരുന്നത് യോഹന്നാൻ കണ്ടു. We can read in Matthew chapter 3:7 that Pharisees and Sadducees comes towards the Jordan River where John the Baptist was given baptism. ഈ രണ്ട് കൂട്ടരും ഒരിക്കലും ഒന്നിക്കാറില്ല. These two people never used to come together. അവർ രണ്ട് ഗ്രൂപ്പുകളാണ്, രണ്ട് ധ്രുവത്തിലുള്ളവരാണ്. The Sadducees and Pharisees are like two groups and their teachings are in completely two directions. കാരണം പരീശന്മാർ മരണത്തിന് ശേഷമുള്ള ഉയർപ്പിനെ കുറിച്ച് വിശ്വസിക്കുന്നില്ല. Because the Pharisees believe in resurrection. എന്നാൽ സദൂക്യർ ഉയർപ്പിൽ വിശ്വസിക്കുന്നില്ല. But Sadducees doesn't believe in the resurrection. പരീശൻ ഈ ലോകത്തിൽ ഭൂതമുണ്ടെന്ന് വിശ്വസിക്കുന്നു. Pharisees believe that there is demons in this world. സദൂക്യർ വിശ്വസിക്കുന്നില്ല. But Sadducees doesn't believe in that. പരീശൻ ലീഗലിസത്തിൽ ആണ്. കാരണം ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കുന്നതാണ്. സ്തോത്രം. അവർ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. Pharisees believe that if you completely obey the law of laws, then only you can go to heaven. സാദുക്യരെ
നോക്കിക്കഴിഞ്ഞാൽ അവർ ലിബറലാണ്. But Sadducees, they are more liberal people. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ രണ്ട് കൂട്ടർ ഒരിക്കലും ഒന്നിക്കുന്ന ഹല്ലേലൂയ സംഭവം ഒരിക്കലും ഹല്ലേലൂയ ആമേൻ നമുക്ക് വിചാരിക്കാൻ പോലും കഴിയുകയില്ല. When we see, look here, these two group of people, it is unimaginable they are coming together. ആമേൻ. മാത്യു 16:1 നാം വായിക്കുന്നുണ്ട് ഹല്ലേലൂയ യേശുവിനെതിരായി തന്ത്രങ്ങൾ ഉണ്ടാക്കുവാനാണ് ഇവർ ഒന്നിച്ചതായിട്ട് നമ്മുടെ വായിക്കുന്നത്. We read in Matthew chapter 16 verse 1 that these two group of people, the Pharisees and Sadducees, came together in order to plot conspiracy against Jesus Christ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് മാത്യു 16:11-12 ഹല്ലേലൂയ ആമേൻ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇവരെ ഇവരുടെ ഉപദേശങ്ങളെയും സൂക്ഷിച്ചൊഴിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. In Matthew chapter 16 verse 6 and 12 it is Jesus is mentioning that you have to be careful about these people and their teachings. ആമേൻ. ഹല്ലേലൂയ. മാത്യു 3:7 ഹല്ലേലൂയ 8 വാക്യങ്ങളിൽ ഹല്ലേലൂയ ഇവരുടെ ഉള്ളമറിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ അവരെ വിളിക്കുന്ന സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ട് ഓടിപ്പോകുകയും എന്ന് ഹല്ലേലൂയ ഉപദേശിച്ചെന്ന് എന്നവരോട് പറഞ്ഞിട്ട് അവരോട് മാനസാന്തരത്തൊക്കെ ഫലം കായ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. In Matthew chapter 3 verse 7 we can read that, but when he saw many of the Pharisees and Sadducees come to his baptism, he said unto them, O generation of vipers, who hath warned you to flee from the wrath to come? യേശു തന്നെയല്ല ഹല്ലേലൂയ സ്തോത്രം യേശുവും ഹല്ലേലൂയ യോഹന്നാൻ തന്നെയല്ല യേശുവും ഇവരെ ഇതുപോലെ വിളിച്ചതായിട്ട് മത്തായി 12:13 23:33 ഒക്കെ നാം വായിക്കുന്നുണ്ട്. We can read in Matthew chapter 12 that Jesus Christ is also mentioning Pharisees and Sadducees in the similar way. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. മത്തായി 23:23 കാണുന്നു. 23:13 അനേക പ്രാവശ്യം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ പരീശന്മാരെ എന്ന് വിളിച്ച് അവരുടെ തെറ്റുകളെ ജനത്തിന് മുമ്പാകെ പറയുന്നത് കാണാം. In Matthew chapter 23 verse 13 we can see that Jesus is mentioning that, calling them false teachers and exposing their false teaching. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവചനത്തിന്റെ പ്രസംഗത്തിലൂടെ ഹല്ലേലൂയ ധനികരാകുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. When we look into this generation, there are a lot of preachers who preach and become really rich. ഈ പുസ്തകം ധനം സമ്പാദിക്കാനുള്ള വഴിയല്ല. The word of God is not a medium to get many wealth in this world. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഹല്ലേലൂയ മത്തായി 3:9 ഹല്ലേലൂയ സ്തോത്രം യഹൂദന്മാർ പറയുന്ന അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. In Matthew chapter 3 verse 9 the Jewish people are telling that we have Abraham as our forefather. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം യോഹന്നാൻ പറയുകയാണ് ഹല്ലേലൂയ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിരൂപിക്കുന്ന എന്തെന്നാണ് അവരോട് ചോദിക്കുന്നത്. But John the Baptist is asking them, why do you consider you have Abraham as your father? ആമേൻ. ഹല്ലേലൂയ. പരീശന്മാരും സദുക്കന്മാരും ചിന്തിക്കുന്നത് മാനസാന്തരം ജാതികൾക്കുള്ളതാണെന്നാണ്. Pharisees and Sadducees think that repentance is only for the Gentiles. അല്ല, അവർ പറയുന്നത് ഞങ്ങൾക്ക് പരിച്ഛേദനയുണ്ട്, ഹല്ലേലൂയ പുരോഹിതന്മാരുണ്ട്, മാനസാന്തരം എന്നുള്ളത് ജാതികൾക്കുള്ളതാണെന്ന്. They tell that we have priests, we are being circumcised, so this repentance is only for the Gentiles. അവർ പറയുന്നത് മോശ ഞങ്ങൾക്ക് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ലീഡറായിട്ടുണ്ട്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. അല്ല, എന്നാൽ യോഹന്നാൻ പറയാനുള്ളത് വരുവാനുള്ള കോപത്തിൽ നൊഴിഞ്ഞു പോകണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ്. They are telling that we have Moses as our leader, Abraham as our father, but John the Baptist wants to tell them that if you want to be escaped from the judgment, you have to repent. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് മാനസാന്തരപ്പെടണമെന്നാണ് യോഹന്നാൻ വീണ്ടും അവിടെ ഹല്ലേലൂയ പറയുന്നത്. What is John the Baptist is telling that as the kingdom of God is near, repent and be baptized. ഹല്ലേലൂയ. പല പ്രീച്ചേഴ്സും പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മാനസാന്തരപ്പെടുവാൻ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നേരെ കൈപൊക്കുന്ന കാണുവാൻ കഴിയും. We may be seeing a lot of people will be committing when the preachers are mentioning them to be repent. ആമേൻ. എല്ലാ വർഷത്തെ കൺവെൻഷനും അവർ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് കൈവെക്കും. Maybe every meetings they attend, they will lift their hands that they are repented. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും എല്ലാം ആ രൂപാന്തരം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. But if we have the repentance in our heart, in our thoughts, in every situations of our life, that is the real repentance. ഹല്ലേലൂയ. എന്നാർക്ക് തെറ്റുപറ്റി, യഹൂദന്മാർക്ക് തെറ്റുപറ്റി അവർ ചിന്തിച്ചു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അബ്രഹാം ഞങ്ങളെ രക്ഷിക്കുമെന്നാണ് ഇത്രയും നാൾ അവർ ചിന്തിച്ചത്. The Jews were thought that Abraham will save them. That's what they went wrong. ആമേൻ. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്ക് മാനസാന്തരം ആവശ്യമില്ല എന്ന് അവർ ചിന്തിച്ചു. They thought they don't need the repentance because they are the children of Abraham. എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഹല്ലേലൂയ യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടുവാൻ കടന്നു വന്നത്. Only reason they came to
be baptized in the presence with John the Baptist, but they understood that this being telling that we are the children of Abraham is not in use. We have to repent. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ പുറമേയുള്ളവരും ആലലിയ ചേഞ്ച് അല്ല. ആലലിയ സ്വത്രം, ആലലിയ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ, ആലലിയ ആലലിയ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. Repentance is not the change in our physical appearance. It is the change in our heart. It's a transformation of our heart. ആമേൻ. ആലലിയ സ്വത്രം നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും നിസ്സാരമെന്ന് നമ്മൾ ആലലിയ ചിന്തിക്കുന്നത് ആലലിയ പലതും ആലലിയ സ്വത്രം ആലലിയ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ ആലലിയ അത് പാപമുള്ളതായി തന്നെ ആയിരിക്കും. Maybe we may be thinking that those are silly things, but in the eyes of God, those are sins. ആലലിയ കർത്താവിൻ്റെ ദാസൻ ആലലിയ പ്രസംഗിച്ചപ്പോൾ ആലലിയ പറഞ്ഞു, ആലലിയ മോശയോട് ആലലിയ ദൈവം കൽപ്പിച്ചു ആലലിയ പാറയെ അടിക്കുവാൻ ആദ്യം പറഞ്ഞു. ആലലിയ അപ്പോൾ ആലലിയ പാറയടിച്ചപ്പോൾ വെള്ളം വന്നു. As the servant of God was preaching, he mentioned about that the Lord told to Moses to strike the rock and the water came. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു ആലലിയ പാറയോട് കൽപ്പിക്കാൻ. But the second time, God told Moses to speak to the rock. എന്നാൽ ആലലിയ സ്വത്രം ജനം ആലലിയ തന്നെ ആലലിയ സ്വത്രം ആലലിയ സ്വത്രം ആമേൻ ആലലിയ കോപിപ്പിച്ചതുകൊണ്ട് ആലലിയ പാറയെ അടിക്കുവാൻ തക്ക ഇടയായി തീർന്നു. But since the people made Moses angry, he went and beat the rock. ആലലിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലലിയ 6,00,000 പുരുഷന്മാരെ അവിടെ സ്ത്രീകളെയും കുഞ്ഞുകുട്ടികളെയൊക്കെയും ആലലിയ അനേക വർഷക്കാലം മരുഭൂമിയിൽ ആലലിയ നടത്തി, ആ കൈപിടിച്ച് നടത്തി. ആലലിയ ദൈവം അവരെ ആലലിയ കൊല്ലുവാൻ തക്കണം ആലലിയ പ്ലാൻ ചെയ്തപ്പോഴും ആലലിയ ഇടുവിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആലലിയ സ്വത്രം ആണ് മോശ. If you look, Moses is the one who was leading all these people, Israelites, in the wilderness. And even when God was about to destroy the people who disobeyed, he is the one who was the mediator and cried in the Lord's presence. ആമേൻ. ഇസ്രായേൽ മക്കളെ ആലലിയ അടിമത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കണം ആലലിയെ ഞാൻ ആലലിയ കണ്ടിരിക്കുന്നതിനെ ഞാൻ തെരഞ്ഞെടുത്തു എന്ന് ആലലിയ മുൾപ്പടർപ്പിൽ കൂടി സംസാരിച്ചതാണ് ആലലിയ യേശു. Jesus, Lord spoke to Moses directly in the wilderness that I have chosen you in order to deliver my people from the bondage of Egypt. എന്നാൽ ആലലിയ സ്വത്ത് നമ്മൾ ഓർക്കും എന്തുകൊണ്ട് ആ ഒരു നിസ്സാര കാര്യമൊന്നും പാറയെ അടിച്ചുള്ളൂ ആലലിയ ചെറിയ ഒരു തെറ്റല്ലേ, അത് ദൈവം ശ്രമിച്ചില്ല. ദൈവം ആലലിയ സ്വത്രം അവനോട് ആലലിയ ക്ഷമിച്ചു. എന്നാൽ ആലലിയ ദൈവം ചെയ്ത വാഗ്ദത്തം ആലലിയ അവനെ ആലലിയ കണ്ണുകൊണ്ട് കാണുവാനേ കഴിഞ്ഞുള്ളൂ, അത് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. We may be thinking that only just Moses did one thing, that striking the rock, but because of that he was not able to enter the promised land. He was only able to see the promised land. ആമേൻ. ഹല്ലേലൂയ. ആ മോശയെ വെച്ച് നമ്മൾ താരതമ്യം നോക്കുമ്പോൾ നമ്മൾ ആലലിയ സ്വത്രം ഒന്നുമില്ല. If we compare with Moses, who are we? ആലലിയ സ്വത്രം ആലലിയ നമ്മൾ ഓർക്കും ആലലിയ നിസ്സാരമായ കാര്യങ്ങൾ ആലലിയ സ്വത്രം ആലലിയ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ആലലിയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആലലിയ വരുന്ന തെറ്റുകൾ ആലലിയ സ്വത്രം ആലലിയ അതാത് ദിവസം ക്രമീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ മാനസാന്തരം ആലലിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. We can have a real repentance and lead a life of repentance only if we are asking forgiveness to God, that forgiveness for the shortcomings that comes in our life daily, and move forward. അല്ലെങ്കിൽ ആലലിയ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട ദിവസങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തക്ക ഇടയായി തീരും. If not, our hearts will become hardened and we may be drifting away from the presence of God. ആമേൻ. ഹല്ലേലൂയ. മത്തായി 3 ഹല്ലേലൂയ സ്വതന്ത്രം 3-ാം അധ്യായം 9 ലാസ്റ്റ് വേർഡിലുണ്ട് ഹല്ലേലൂയ ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. In Matthew chapter 3 verse 9, the last verses, it's mentioned that I can make children from these stones. ആമേൻ. ഹല്ലേലൂയ. മരുഭൂമിയും ഹല്ലേലൂയ യോർദാനൊക്കെയും ഹല്ലേലൂയ ആമേൻ പഴയ നിയമത്തിൽ 2 പ്രധാന സ്ഥലങ്ങളായിരുന്നു. This wilderness and Jordan was a very important places in Old Testament. ആമേൻ. ഹല്ലേലൂയ. യോശുവ 4:20-21 കാണുന്നുണ്ട്. യോശുവയുടെ നേതൃത്വത്തിൽ ജനം യോർദാൻ ക്രോസ് ചെയ്യുമ്പോൾ യോർദാനിൽ നിന്നെടുത്ത 12 കല്ലുകൾ ഗിൽഗാലിൽ നാട്ടി. ഇത് കല്ലുകൾ പ്രദാനം ചെയ്യുന്നത് 12 ഗോത്രങ്ങളെയാണ്. We can read in Joshua chapter 4 verse 12 that 20-21 Joshua chapter 20-21 that when the Israelites crossed the Jordan, they took 12 stones from the river and they placed as a remembrance that represent the 12 tribes of Israelites. ദൈവം തിരഞ്ഞെടുത്ത 12 ഗോത്രങ്ങളുടെ സാക്ഷ്യമാണ് ഈ കല്ലുകൾ. They are the testimony that God has chosen 12 tribes of Israelites. ഹല്ലേലൂയ. സ്വതന്ത്രം. അതിനുശേഷം വീണ്ടും നമുക്ക് ഹല്ലേലൂയ 1 രാജാക്കന്മാർ 18-31-32 വാക്യങ്ങൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്രം.
ഇസ്രായേലിൽ നിന്ന് പേരാകുമെന്ന് അള്ളപ്പാട്ടിൽ വെച്ച് യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യത്തോണം 12 കല്ലെടുത്ത് യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. Now we can read in 1 Kings chapter 18, 13, 30, 21, 31, 32. 30, 31, 32 that we can read that 31, 32. and Elijah took 12 stones according to the number of the tribes of the sons of Jacob, unto whom the word of the Lord came, saying, Israel shall be thy name. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സ്നാപകൻ പറയുന്ന അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിരൂപിക്കരുത്. John the Baptist is telling that do not consider that you have Abraham as your father. ആമേൻ. 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഈ 12 കല്ലുകൾ എന്ന് ഹല്ലേലൂയ അവർ പറയുന്നു. 12 stones represent the 12 tribes. അബ്രാമിൻ്റെ മക്കൾ എന്ന് പറയുന്ന 12 ഗോത്രങ്ങൾ ഹല്ലേലൂയ അവിശ്വസ്തരായി തീർന്നാൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ് ജാതികളെ തെരഞ്ഞെടുത്ത ദൈവം തന്റെ പദ്ധതി നിവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. What is mentioned is here that if the 12 tribes that is mentioned as the sons of Abraham, if they forsake the Lord Almighty, they will be rejected, and other people will be called for the purpose of God. ഹല്ലേലൂയ. ദൈവവചന വചനം കേൾക്കുന്ന എല്ലാവരോടും മനസ്സിൽ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്ന കേൾക്കുന്ന വചനം നമ്മുടെ ദിവസവും നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. In the love of God, I want to remind each and every one of us who are hearing the word that let the word of God be making the repentance in our heart daily. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ദൈവസഭയിലും ഭവനത്തിലും എല്ലാം ഹല്ലേലൂയ ദൈവമക്കൾക്ക് സാക്ഷ്യം ഉണ്ടായിരിക്കണം. Let us live a life that is having a testimony in the church, in our families, and everywhere we are. ആമേൻ. നാം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയും. If we are able to bear fruits for God, then our children will be able to say the testimony about us. ആമേൻ. നമ്മളോട് സംസാരിക്കുന്ന നമ്മളോട് ഇടപെടുന്നവർ ഹല്ലേലൂയ നമ്മളെക്കുറിച്ച് പറയും ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട വിശ്വാസിയാണെന്ന്. The people who talk with us, the people whom we come across will say that he is a person who follows Jesus Christ, or he is the one who has repented. ഹല്ലേലൂയ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ പ്രവർത്തികൾക്ക് സംസാരത്തിനൊക്കെ ഒരു രൂപാന്തരം തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray that God, you give me a change in my way of talking, a change, a transformation in the way of the life I'm leading. എൻ്റെ ജീവിതത്തിൽ ഭൗതിക ചിന്തകൾ ഉണ്ടാകാതെ ആത്മീയ ചിന്തകൾ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray that God give me spiritual thoughts more than any of the material thoughts. ഹല്ലേലൂയ. കേട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി Let us സമർപ്പിക്കാം. submit in front of the Lord for the word of God that we have heard. ആമേൻ. ഹല്ലേലൂയ. ഇനി മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളും കൂടി മാത്രമേ ഉള്ളൂ ഈ വർഷം If we അവസാനിക്കുവാൻ. look forward, we have only few more days for this year to end. ഹല്ലേലൂയ. നമ്മൾ എടുക്കുന്ന തീരുമാന പ്രതിഷ്ഠകൾ പുതിയ വർഷം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ചെയ്തു കൊടുക്കുവാൻ തക്കണ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായി Let's പ്രാർത്ഥിക്കാം. pray that the decisions that we are taking, let God will help us to be fulfilling that in our new year also. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കുടുംബത്തെയും ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ അതിനെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. Let's pray that the Holy Spirit will guide us, our families, and each one of us. ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന